നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തേനമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് VT ബൽറാം MLA. പദ്ധതിക്ക് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരുന്നവർ പദ്ധതിയുടെ പിതൃത്വം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും MLA ആരോപിച്ചു. പദ്ധതിക്കായി കൃഷിക്ക് പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറിഗേഷൻ വകുപ്പ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം എന്നും മറ്റുമുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് ഇതിൻ്റെ പിതൃത്വം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സത്യത്തിൽ ദൗർഭാഗ്യകരമാണ്. ഏതായാലും ഈ പദ്ധതി മുഴുവൻ ആളുകൾക്കും പ്രയോജനകരമാവുന്ന തരത്തിൽ തൃത്താല നിയോജകമണ്ഡലത്തിലെ തൃത്താല, അതുപോലെ തന്നെ തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, ചാലിശ്ശേരിയുടെ കുറച്ച് ഭാഗം ഈ 4 പഞ്ചായത്തുകൾക്കും പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയായി എത്രയും പെട്ടെന്ന് ഈ തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം. തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ കണ്ണന്നൂർ, ഉള്ളന്നൂർ, കുടവന്നൂർ ഈ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക മോർച്ച നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്നായിരുന്നു MLAയുടെ പ്രതികരണം. വട്ടയാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിലെ അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പദ്ധതിയിൽ തൃപ്തികരമായ രീതിയിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ നിർമ്മാണ കമ്പനിക്ക് തുക കൈമാറി പദ്ധതി ഏറ്റെടുക്കുകയുള്ളൂ എന്നും VT ബൽറാം MLA പറഞ്ഞു. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പദ്ധതിക്കായുള്ള ഫണ്ട് നേടിയെടുക്കുക എന്നതാണ് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമെന്നും MLA കൂട്ടിച്ചേർത്തു. വട്ടയാട് സ്കൂളിലെ ആ ഒരു പദ്ധതി നേടിയെടുക്കുക, അതിനുവേണ്ടി ഫണ്ട് അനുവദിപ്പിക്കുക, അതാണ് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം ആ ഇൻഡോർ സ്റ്റേഡിയം അവിടെ നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്തം സ്പോർട്സ് വകുപ്പിന്റേതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി, മിനിഞ്ഞാന്ന് കൂടി കൃത്യമായിട്ട് പറയാം, നേരത്തെ കത്ത് കൊടുത്തിരുന്നു. മിനിഞ്ഞാന്ന് കൂടി ഞാൻ നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റിൽ പോയി അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് ഈ പദ്ധതി നമുക്ക് തൃപ്തികരമാവുന്ന തരത്തിൽ പൂർത്തീകരിക്കാത്ത പക്ഷം ബന്ധപ്പെട്ട കോൺട്രാക്ടർക്ക് ഫണ്ട് കൊടുക്കരുത്, ഫണ്ട് കൈമാറരുത് എന്ന് കൃത്യമായി നിർദ്ദേശിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്നായിരുന്നു MLAയുടെ പ്രതികരണം. തൃത്താലയെ പച്ച പുതുപ്പിക്കാൻ തേനമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഒരുങ്ങുന്നു. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന പദ്ധതിക്കാണ് പുനർജന്മമായിരിക്കുന്നത്. പതിറ്റാണ്ടുകാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതിക്കാണ് പുനർജന്മമായിരിക്കുന്നത്. തൃത്താല MLA VT ബലറാമിന്റെ ശ്രമഫലമായാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. തൃത്താല മേഖലയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നതിനായി 1978-79 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് പദ്ധതി. തൃത്താല മണ്ഡലത്തിലെ തൃത്താല, തിരുമറ്റക്കോട്, നാഗലശ്ശേരി, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ 500ഓളം ഹെക്ടർ കൃഷിസ്ഥലങ്ങളിലേക്ക് ജലസേചനം നടത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലവും നിരവധി സാങ്കേതിക കാരണങ്ങളാലും പദ്ധതി തുടങ്ങാനായില്ല. പദ്ധതിക്കായി സ്ഥാപിച്ച ലക്ഷങ്ങൾ വിലയുള്ള മോട്ടോറുകളും പൈപ്പ് ലൈനുകളും തുരുമ്പ് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. VT ബലറാം തൃത്താല MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പദ്ധതി പുനർജീവിപ്പിക്കാനായി ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. മാറി മാറി വന്ന സർക്കാരുകളെല്ലാം സ്ഥിരമായി അവഗണിച്ചു വന്നിരുന്ന പദ്ധതി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് പദ്ധതിയുടെ വിശദമായ എസ്റ്റിമേറ്റ് പലതവണ സമർപ്പിച്ചിരുന്നുവെങ്കിലും തുക അനുവദിക്കൽ മാത്രം ഉണ്ടായില്ല. തുടർന്ന് MLAയുടെ നിരന്തരമുള്ള ശ്രമഫലമായി 25 ലക്ഷം രൂപ അനുവദിക്കുകയും ഈ തുക ഉപയോഗിച്ച് പദ്ധതിക്കായുള്ള പുതിയ മോട്ടോർ സ്ഥാപിക്കുകയും തുരുമ്പിച്ച പൈപ്പ് ലൈനുകൾ മാറ്റുകയും ചെയ്തു. ഇതിനു പുറമെ 3,32 ലക്ഷം രൂപ കൂടി അനുവദിച്ചതോടെയാണ് ദീർഘനാളത്തെ കർഷകരുടെ സ്വപ്നം പൂവണിയുന്നതിനുള്ള സാധ്യതയായെങ്കിലും 5 കിലോമീറ്ററിലേറെ നീളത്തിൽ ഉദ്ദേശിച്ചിരുന്ന കനാലുകളിൽ 1/3 ഭാഗം മാത്രമേ ഇത് പൂർത്തിയാക്കിയിട്ടുള്ളൂ. പദ്ധതിയുടെ പുനർജീവനത്തിനായി തുക അനുവദിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഉടൻ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നിലവിൽ വന്നാൽ തൃത്താലയിലെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് നെല്ലും പച്ചക്കറിയും വാഴയുമൊക്കെ കൃഷി ചെയ്യാനും മണ്ണിലെ ജലനിരപ്പ് ഉയർത്തി കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും കഴിയും. തേനമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ കണ്ണന്നൂർ, മുടവന്നൂർ, ഉള്ളന്നൂർ തുടങ്ങിയ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ കർഷക മോർച്ച രംഗത്തെത്തി.
പദ്ധതി പ്രദേശങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും കണ്ണന്നൂർ, മുടവന്നൂർ, ഉള്ളന്നൂർ തുടങ്ങിയ സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നും ആവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി പി.ജെ. ജോസഫിന് ഇവർ നിവേദനം നൽകി. പദ്ധതി പ്രദേശമായ തൃത്താല മേഖലയിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളിലൊന്നായ കണ്ണന്നൂർ പാടശേഖരത്തിന് ഈ പദ്ധതി കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നതാണ് വേദനാജനകമായൊരു കാര്യം. അതുകൊണ്ട് കണ്ണന്നൂർ, ഉള്ളന്നൂർ, മുടവന്നൂർ പാടശേഖരങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ പദ്ധതിക്ക് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്ന് ഭാരതീയ ജനതാ കർഷക മോർച്ച സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഇത് കാണിച്ച് ബഹുമാനപ്പെട്ട കേരള ജലസേചന വകുപ്പ് മന്ത്രി ശ്രീമാൻ പി.ജെ. ജോസഫിന് ഞാൻ നിവേദനം നൽകിയിട്ടുണ്ട്. പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാത്ത പക്ഷം ഭാരതീയ ജനതാ കർഷക മോർച്ച ഭാവിയിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഇതിനറിയിച്ചു. പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാത്ത പക്ഷം കർഷക മോർച്ച വരും ദിവസങ്ങളിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തൃത്താല മണ്ഡലം പ്രസിഡന്റ് പി. കൃഷ്ണദാസ് പറഞ്ഞു. ഒരിടവേള. ലൈസ് കോളേജ് കുന്നംകുളം. BCA, BBA, BCom, MBA, regular, part-time and distance classes. Lais College near bus stand, Vadakkanjeri Road, Kunnamkulam. Phone 04885 645646 04885 203787. കേരള വിഷൻ ഡിജിറ്റൽ TV. കേബിൾ TV കാണുന്നതിന് ഇന്നുള്ള അനലോഗ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഡിജിറ്റൽ കേബിൾ TV നിലവിൽ വന്നിരിക്കുകയാണ്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ 2014 സെപ്റ്റംബർ 30-നും ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ 2014 ഡിസംബർ 31-നും ഇത് പൂർത്തീകരിക്കപ്പെടുന്നതാണ്. കേന്ദ്ര സർക്കാർ നിയമം മൂലം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ അനിവാര്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകൾ തുടർന്നും കാണുന്നതിന് ഓരോ ഉപയോക്താവും സെറ്റ് ഓഫ് ബോക്സുകൾ വീടുകളിൽ സ്ഥാപിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും സെറ്റ് ഓഫ് ബോക്സുകൾ സ്ഥാപിക്കുന്നതിനും നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്ററെ സമീപിക്കുക. നാമമാത്രമായ അധിക മാസവരി സംഖ്യ നൽകി 225-ലധികം ചാനലുകൾ കൂടുതൽ ദൃശ്യ ശ്രാവ്യ മിഴിവോടെ ആസ്വദിക്കും. കേരള വിഷൻ ഡിജിറ്റൽ TV എന്നും ജനങ്ങളോടൊപ്പം. വാർത്തകൾ തുടരുന്നു. പാലക്കാടൻ മേഖലയിലെ നെൽകർഷകർ ആശങ്കയിൽ. ഓണത്തിനു ശേഷം ഞാറുനട്ട് മഴ പ്രതീക്ഷിച്ചിരിക്കുന്ന കർഷകരാണ് മഴയെ കാണാതെ ആശങ്കയിലായത്. ഞാറ് നട്ടിരുന്ന പാടങ്ങളെല്ലാം വെള്ളം ലഭിക്കാത്തതിനാൽ വരണ്ടിരിക്കുകയാണ്. ഭാരതപ്പുഴയിൽ നിന്നും ധാരാളം ജലസേചന പദ്ധതികൾ ഉണ്ടായിട്ട് പോലും പുഴയുടെ അടുത്തുള്ള കൃഷിസ്ഥലത്തേക്ക് ആഴ്ചയിൽ 1 തവണയും മാസത്തിൽ 3 തവണയും എന്ന തോതിലാണ് വെള്ളം ലഭിക്കുന്നത്. ചില ആഴ്ചകളിൽ അതും ലഭിക്കാറില്ല. മഴയും അധികാരികളും ഒരുപോലെ ചതിച്ചാൽ വലിയ കൃഷിനാശം സംഭവിക്കുമെന്ന് ഉറപ്പാണ്. എത്രയും വേഗം അധികാരികൾ ഇത് മനസ്സിലാക്കി വേണ്ട നടപടികളെടുത്ത് ആശങ്കയിലായ കർഷകരെ സംരക്ഷിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. സെയ്താലി ദിനാചരണത്തിന്റെ ഭാഗമായി SFI പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെയും സെയ്താലി സ്മാരക പഠന കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയദേവൻ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജാതി, മതം, വർഗീയത എന്ന വിഷയത്തിൽ SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഷാജർ മുഖ്യപ്രഭാഷണം നടത്തി. ആശിഷ്, സ്വരൂപ്, സന്ദീപ്, യാസിൻ, ഹാഷിഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ഹിന്ദു വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്ന അത്രയും എളുപ്പത്തിൽ ഇന്ത്യയെ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റാൻ മുസ്ലിം വർഗീയവാദ സംഘടനകൾക്ക് സാധിക്കില്ല. എന്താ കാരണം? നമ്പറാണ് കാരണം. അവർക്ക് ആഗ്രഹമില്ലാത്തല്ല, നമ്പർ കമ്മിയാണ്. പട്ടാമ്പി തെക്കുമുറി ഷിബാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റഖ്വ പലിശരഹിത വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CAMA കരീം സാഹിബ് നിർവഹിച്ചു. CA റാഫി അധ്യക്ഷനായിരുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി MA സമദ് മുഖ്യപ്രഭാഷണം നടത്തി. പദ്ധതിയിലേക്കുള്ള ആദ്യ നിക്ഷേപത്തിന്റെ ഉദ്ഘാടനം പട്ടാമ്പി പഞ്ചായത്ത് പ്രസിഡന്റ് KP വാപ്പുട്ടി നിർവഹിച്ചു. CA സാജിദ്, അഡ്വക്കേറ്റ് KC സൽമാൻ, KPA റസാഖ്, KT കുഞ്ഞി മുഹമ്മദ്, TP അസ്മാൻ, MK മുഷ്താഖ്, UK ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.